പ്രിയപ്പെട്ടവരെ, അൻസാർ പുളിക്കൽ ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ 36ാമത് ദേശീയ നേത്രദാന പക്ഷാചരണം ആചരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു ക്ലാസ് നാം നേരത്തെ ചെയ്തതാണ്. എങ്കിലും നേത്രദാനത്തെ സംബന്ധിച്ച് ധാരാളം സംശയങ്ങളും അവ്യക്തതകളും ഉള്ളതിനാൽ സാധാരണയായി ഉണ്ടാകുന്ന സംശയങ്ങളും അവയുടെ മറുപടികളുമാണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. നേത്രദാനത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിച്ച് സ്വയം നേത്രദാന സന്നദ്ധരാകാനും സമൂഹത്തിലെ മറ്റുള്ളവരെ നേത്രദാനത്തിന് വേണ്ടി പ്രചോദിപ്പിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രധാനപ്പെട്ട സംശയങ്ങളും അവയുടെ മറുപടികളുമാണ് നാം പ്രതിപാദിക്കുന്നത്. എന്താണ് നേത്രദാന പക്ഷാചരണം? മരണാനന്തരം ജീവനുള്ള കണ്ണുകൾ നശിപ്പിച്ചു കളയാതെ അന്ധരായവരുടെ കാഴ്ച തിരികെ ലഭിക്കുന്നതിനായി ദാനം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെയുള്ള 2 ആഴ്ചക്കാലം ഇന്ത്യ ഒട്ടാകെ നേത്രദാന പക്ഷാചരണമായി ആചരിക്കുന്നു. ഇതാണ് നേത്രദാന പക്ഷാചരണം. എന്താണ് അന്ധത? നമുക്ക് നോക്കാം. നമുക്കറിയാവുന്നതാണ്. യാതൊന്നും കാണാതെ ഇരിക്കുന്ന അവസ്ഥയല്ല അന്ധത. മറിച്ച് പകൽ സമയങ്ങളിൽ ഒരു കണ്ണുകൊണ്ട് 3 മീറ്ററിനുള്ളിൽ കൈവിരലുകൾ എണ്ണാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ അവസ്ഥയാണ് അന്ധത എന്ന് പറയുന്നത്. നേത്രഘടനയാണ് ചിത്രത്തിൽ കാണുന്നത്. നേത്രപടലത്തിന്റെ ചിത്രമാണ് കാണുന്നത്. ശ്രദ്ധിക്കുക. എന്താണ് നേത്രപടലാന്ധത? സുതാര്യമായ നേത്രപടലം പല കാരണങ്ങൾ മൂലം അതാര്യമാകുന്ന അവസ്ഥയെയാണ് നേത്രപടലാന്ധത എന്ന് പറയുന്നത്. ചിത്രത്തിൽ നിന്നത് വ്യക്തമാവുന്നതാണ്. നേത്രപടലം ഇപ്രകാരം അതാര്യമാകാനുള്ള കാരണങ്ങൾ, സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജന്മനാ ഉള്ള അതാര്യതയാകാം. രണ്ടാമത്തേത് നേത്രപടലത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളും മുറിവുകളും അപകടങ്ങളും ഒക്കെ ആകാം. എന്തൊക്കെയാണ് നേത്രപടലാന്ധത മാറ്റാനുള്ള പരിഹാര മാർഗങ്ങൾ? ഒന്നാമത്തേത് നേത്രപടലം മാറ്റിവെക്കുക എന്നുള്ളത് തന്നെയാണ്. അതാര്യമായ നേത്രപടലം മാറ്റി സുതാര്യമായ നേത്രപടലം പകരം വയ്ക്കുക. എന്താണ് നേത്രദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. മരണാനന്തരം മരണപ്പെട്ട ആളുടെ കണ്ണുകൾ അവരുടെ ബന്ധുക്കൾ മുഖാന്തരം നേത്രബാങ്കിന് നൽകുന്നതാണ് നേത്രദാനം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നേത്രദാനം നടപ്പിൽ വരുത്തുന്നത് നോക്കാം. ആളിൻ്റെ മരണശേഷം എത്രയും പെട്ടെന്ന് അടുത്തുള്ള നേത്രബാങ്കിനെ അറിയിക്കുകയും 4 മുതൽ 6 മണിക്കൂറിനുള്ളിൽ അധികൃതർ മൃതദേഹത്തിൽ നിന്നും കണ്ണുകൾ മുഖത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാൻ നീക്കം ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് നേത്രദാനം നടപ്പിൽ വരുത്തുന്നത്. എന്താണ് ഐ ബാങ്ക്? നേത്രാരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ഐ ബാങ്ക് അഥവാ നേത്ര ബാങ്ക്. നേത്രദാനം മൂലം ലഭിക്കുന്ന കണ്ണുകൾ സ്വീകരിക്കുകയും സൂക്ഷിക്കുകയും ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ധർമ്മം, ഇതിൻ്റെ പ്രവർത്തനം. ഇനി വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്, ആർക്കെല്ലാം നേത്രദാന സമ്മതപത്രം നൽകാൻ സാധിക്കും? ഏതൊരു വ്യക്തിക്കും അവരുടെ കണ്ണുകൾ ദാനം ചെയ്യാനുള്ള സമ്മതപത്രം നൽകാൻ സാധിക്കും. ജാതി, വയസ്സ്, മതം, വർഗ വ്യത്യാസമില്ലാതെ ആർക്കും നേത്രദാതാവാകാം. കണ്ണിൻ്റെ ശസ്ത്രക്രിയ, കണ്ണട, ജീവിതശൈലി രോഗം എന്നിവയുള്ള ആർക്കും കണ്ണുകൾ ദാനം ചെയ്യാം. നേത്രപടലം സുതാര്യമായി ഇരുന്നാൽ മാത്രം മതി. ഇനി ആരുടെയെല്ലാം കണ്ണുകൾ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നില്ല നോക്കാം. നേത്രരോഗങ്ങൾ, അതുപോലെ മരണകാരണം അറിവില്ലാത്തത്, മഞ്ഞപ്പിത്തം, വിഷബാധ, തലച്ചോറിനെ ബാധിക്കുന്ന ക്യാൻസർ, മറവി രോഗം, എയ്ഡ്സ്, മെനിഞ്ചൈറ്റിസ്, രക്തത്തിലുണ്ടാകുന്ന അണുബാധ, വൈറസ് രോഗബാധ, ക്ഷയരോഗം, കുഷ്ഠം, COVID-19 എന്നീ രോഗങ്ങൾ മൂലം മരണപ്പെട്ടവരുടെ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നില്ല. നേത്രദാനത്തിന് വേണ്ടി മരണാനന്തരം എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം നോക്കാം. മൃതദേഹം വെച്ചിരിക്കുന്ന മുറിയിലെ ഫാൻ ഓഫ് ചെയ്യുക, അതുപോലെ AC ഓൺ ചെയ്യുക, കണ്ണുകൾ നന്നായി അടച്ചു വെക്കുക, കൺപോളകളുടെ മുകളിൽ നനഞ്ഞ തല അല്പം ഉയർത്തി വെക്കുക. ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നേത്രദാനത്തിലൂടെ എത്ര ആളുകളുടെ അന്ധത നമുക്ക് മാറ്റാൻ കഴിയും? എത്ര പേർക്ക് കാഴ്ച നൽകാൻ നമുക്ക് കഴിയും? 2 ആളുകൾക്ക് കാഴ്ച നൽകാൻ കഴിയും. ഇനി നേത്രദാന സമ്മതപത്രം നൽകിയ പ്രമുഖ വ്യക്തികളെ നമുക്കൊന്ന് മനസ്സിലാക്കാം, അറിയാം, ആരൊക്കെയാണെന്ന് നോക്കാം.
ഇരുൾ നിറഞ്ഞ ജീവിതങ്ങൾക്ക് വെളിച്ചമേകും. മരണാനന്തരം നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യൂ. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നും നേത്രദാനത്തിൻ്റെ പ്രാധാന്യം സ്വയം മനസ്സിലാക്കി സ്വയം നേത്രദാനത്തിന് സന്നദ്ധരാകുകയും മറ്റുള്ളവരെ അതിന് പ്രചോദിപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ബൈ. ജയ് ഹിന്ദ്.